സ്വർണം കടത്തിയ സംഭവത്തിൽ ശശി തരൂരിന്റെ PA ഉൾപ്പെടെ 2 പേർ കസ്റ്റഡിയിൽ. ദില്ലി വിമാനത്താവളത്തിൽ നിന്നാണ് PA ശിവകുമാർ പ്രസാദിനെ അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 500 ഗ്രാം സ്വർണം പിടികൂടിയെന്നാണ് വിവരം. സ്വാതി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സ്വാതി, എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഷമ്മി, ഇന്നലെയോടുകൂടിയാണ് കസ്റ്റംസ് ഇത്തരത്തിൽ ശശി തരൂരിൻ്റെ PA ആയിട്ടുള്ള ശിവകുമാർ പ്രസാദിനെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരിൽ നിന്ന് 500 ഗ്രാം വരുന്ന സ്വർണം പിടികൂടിയതായിട്ടാണ് കസ്റ്റംസ് പറയുന്നത്. ഇദ്ദേഹത്തോടൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച ചോദ്യം ചെയ്യലുകളൊക്കെ പുരോഗമിക്കുകയാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോണോ വേണ്ടയോ എന്നുള്ളത് ഇപ്പോൾ കസ്റ്റംസ് പരിശോധിച്ച് വരികയാണ്. ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹം കോൺഗ്രസിൻ്റെ MP ആയി നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക പാസ് കൂടി ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിലൂടെയുള്ള അല്ലെങ്കിൽ സൗകര്യങ്ങൾ, ഗതാഗത സൗകര്യം അടക്കം ഇദ്ദേഹത്തിന് ആക്സസ് ചെയ്യാൻ കൂടുതൽ എളുപ്പമായിരിക്കും. അത്തരത്തിലുള്ള രീതികളൊക്കെ തന്നെ ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിൽ കൂടുതൽ വ്യക്തമാക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. ഈ വിഷയത്തിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ്. ഇദ്ദേഹം ഈ വിഷയത്തിൽ വലിയ വിശദീകരണങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. അതേസമയം ഈ വിഷയത്തിൽ BJP അടക്കമുള്ള പാർട്ടികൾ വലിയ രാഷ്ട്രീയ ആയുധമായി ഈ വിഷയത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിലുള്ള എല്ലാവരും ഇത്തരത്തിൽ ഗോൾഡ് സ്മഗ്ലിങ്ങിന്റെ ഭാഗമാണ് എന്നടക്കമുള്ള വിമർശനങ്ങളൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ശശി തരൂർ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഇതൊരു ഞെട്ടിക്കുന്ന സംഭവമാണെന്നും ഇതൊരു താൽക്കാലിക തങ്ങളുടെ കൂടെയുള്ള ഒരു താൽക്കാലിക ജീവനക്കാരൻ മാത്രമാണ് ഈ ശിവകുമാർ പ്രസാദ് എന്നാണ് ശശി തരൂർ പറയുന്നത്. ഈ വിഷയത്തിൽ എല്ലാ തരത്തിലുള്ള നിയമപരമായ നടപടികളും പുരോഗമിക്കട്ടെ, അതിനെല്ലാം താങ്കൾ പിന്തുണ അറിയിക്കുന്നു. നിയമപരമായ രീതിയിൽ അത് മുന്നോട്ട് പോകട്ടെ എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് ശശി തരൂർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ഇതൊരു രാഷ്ട്രീയ മാനം കൂടി ഈ വിഷയത്തിൽ വരികയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ പ്രധാന നേതാവ് MP ആണ്, തിരുവനന്തപുരത്ത് നിന്നുള്ള സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ശശി തരൂർ. അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ ഇതിന് രാഷ്ട്രീയപരമായ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും ഉയരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ചും MP-യുടെ പാസ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് വിമാനത്താവളത്തിലേക്ക് കയറി ചെല്ലാനും അത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യമൊക്കെ തന്നെ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള വിഷയങ്ങളൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. ഷമ്മി. സ്വാതി, ഈ ശിവകുമാർ പ്രസാദ് എവിടെ നിന്നാണ് വന്നത്? വിദേശത്ത് നിന്ന് വല്ലതും വന്നതാണോ, അതല്ല ഇനി ദില്ലിയിൽ നിന്ന് അദ്ദേഹം യാത്ര ചെയ്യാൻ തുടങ്ങിയതാണോ? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ യാത്രയുടെ വിശദാംശങ്ങൾ? എന്തർത്ഥത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ 500 ഗ്രാം സ്വർണം സൂക്ഷിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇത് സൂക്ഷിച്ചത്? അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണം ഈ ശിവകുമാർ പ്രസാദിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ കസ്റ്റംസ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരം അനുസരിച്ച് പറയുന്നത് ദുബായിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ഒരാൾ കൂടി ഈ വിഷയത്തിൽ പിടിയിലായിട്ടുണ്ട്. അയാളുടെ കയ്യിൽ നിന്നും സ്വർണം വാങ്ങാൻ വേണ്ടി ആയിരിക്കാം ഇയാൾ വിമാനത്താവളത്തിൽ എത്തിയതെന്നും ആ സമയത്താണ് കസ്റ്റംസ് പിടികൂടുന്നതും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശിവകുമാർ പ്രസാദിന്റെ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും വന്നിട്ടില്ല ഇതുവരെ. പ്രത്യേകിച്ചും അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യലിലാണ്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊന്നും തന്നെ ഈ വിഷയത്തിൽ വന്നിട്ടില്ല. മറിച്ച് കസ്റ്റംസ് ആണ് ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു കാര്യം പുറത്തുവിട്ടിട്ടുള്ളത്. ഇദ്ദേഹം ദുബായിൽ നിന്ന് വന്ന ഒരാളിൽ നിന്ന്, അതായത് കൂട്ടാളിയായിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്നും സ്വർണം വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ അയാളുടെ പക്കൽ ഉണ്ടായിരുന്ന സ്വർണം വാങ്ങാൻ വേണ്ടിയാണ് വിമാനത്താവളത്തിൽ എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കസ്റ്റംസ് പറയുന്നത്. ഷമ്മി. സ്വാതി, ഒരു സംശയം കൂടി. ഈ ശിവകുമാർ പ്രസാദ് ശശി തരൂർ MP-യുടെ ഡൽഹിയിലെ ഓഫീസിലാണോ ജോലി ചെയ്യുന്നത്, അതല്ല തിരുവനന്തപുരത്താണോ? അതായത് ഷമ്മി, ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ജീവനക്കാരൻ മാത്രമാണ്. അതായത് ശശി തരൂരിനോടൊപ്പം തന്നെ സ്റ്റാഫായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിനാണ് ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നതും അതൊക്കെ ആക്സസ് ചെയ്യുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ സ്റ്റാഫ് വഴിയാണ്. അയാളാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും തിരക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഗതാഗത സൗകര്യങ്ങൾ അടക്കമുള്ള MP-യുടെ യാത്രകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട്
കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ PA ആണ്. ഇദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു, എന്നാൽ ഇപ്പോൾ ഡയാലിസിസിന്റെ ഒക്കെ ഭാഗമായിട്ട് അദ്ദേഹം ട്രീറ്റ്മെന്റിലാണ്. അതുകൊണ്ട് തന്നെ അവധിയിൽ പോയിട്ട് അദ്ദേഹം തിരിച്ചു വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ അസുഖം പരിഗണിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ വീണ്ടും സ്റ്റാഫായി പരിഗണിക്കുകയായിരുന്നതും അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ കുറച്ച് നാളുകൾ കൂടി നീട്ടി നൽകണമെന്ന അല്ലെങ്കിൽ ജോലിയിലേക്ക് തന്നെ എടുക്കണമെന്ന പിന്നീട് ആവശ്യപ്പെട്ട് വന്നതിന്റെ പുറമെ മാത്രമാണ് ഇദ്ദേഹത്തെ വീണ്ടും സ്റ്റാഫായി നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ശശി തരൂർ പറയുന്നത്. അദ്ദേഹം ഒരു സ്ഥിരം സ്റ്റാഫ് അല്ല എന്ന് പ്രത്യേകം ശശി തരൂർ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഷമ്മി.